അതുകൊണ്ട് ജീവിതത്തിൽ ബറക്കത്ത് വേണോ, വിശാലത വേണോ, റബ്ബ് നൽകിയതിൽ തൃപ്തിപ്പെടണം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ റദിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ റസൂലാ വജബത് ലഹുൽ ജന്ന. ആരാണോ അല്ലാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ മതമായും മുഹമ്മദ് നബിയെ റസൂലായും തൃപ്തിപ്പെടുന്നത് അവർക്ക് സ്വർഗം നിർബന്ധമാണെന്നാണ്. വജബത് ലഹുൽ ജന്ന, അവർക്ക് സ്വർഗം നിർബന്ധമായി. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ ഖാല ഇദാ അസ്ബഹ, ഒരാൾ രാവിലെ ഇങ്ങനെ പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ രാവിലെയുള്ള അദ്കാറിൽ ഇത് ഉൾപ്പെടുത്തുക. എന്താണ് രാവിലെ പറയേണ്ടത്? റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ റസൂലാ എന്നിങ്ങനെ പറഞ്ഞാൽ ഫഅന അസ്സഈമു ലിആഖുദന്ന ബിയദിഹി ഹത്താ ഉദ്ഖിലഹുൽ ജന്ന, അവന്റെ കൈക്ക് മഹ്ശറിൽ ഞാൻ പിടിക്കും, എന്നിട്ട് അവന്റെ കൈ പിടിച്ച് ഞാൻ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കും. ഈ ഒരു ദിക്ർ ചൊല്ലുകയും നേരത്തെ പറഞ്ഞ രൂപത്തിൽ അതിന്റെ പൊരുളനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്താൽ, അപ്പോൾ അത്രമാത്രം ഖൈറുള്ള പ്രാധാന്യമുള്ള കാര്യമാണ് ഈ ഒരു തൃപ്തി എന്ന സ്വഭാവം എന്ന് നമ്മൾ മനസ്സിലാക്കണം.